ഈ വീഡിയോയിൽ പെഡിലാന്തസ് പ്ലാന്റ് ബൾക്കായിട്ട് എങ്ങനെ ഒരുപാട് പോട്ടുകളിൽ പ്ലാന്റ് ചെയ്യാമെന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പെഡിലാന്തസ് പ്ലാന്റ് സക്യുലൻ്റ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇതിന് പരിചരണവും വെള്ളവും വളരെ കുറച്ച് മതി. ഈ പോട്ടുകളിലാണ് നമ്മൾ പെഡിലാന്തസ് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയ പോട്ടുകളാണിവ. പെഡിലാന്തസ് ഒരു ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് പരിചരണം വളരെ കുറച്ച് മതി. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പോട്ടിലായാലും നമുക്കിതിനെ പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നമ്മൾ മണ്ണും ചാണകപ്പൊടിയും ഏകദേശം ഒരു തുല്യ അളവിലെടുത്ത ശേഷം അത് തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചാണകപ്പൊടി നമ്മൾ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത ഉറപ്പുവരുത്താനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ചാണകപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൈവവളം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ തയ്യാറാക്കിയ മിശ്രണം ഒരു ബേസിൽ എടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ചകിരിച്ചോറ് അല്ലെങ്കിൽ കോക്കോപീറ്റ് കൂടി ആഡ് ചെയ്ത് ചേർക്കുന്നു. സക്കുലൻ്റ് വർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ നടുന്ന സമയത്ത് മണ്ണിൽ പോട്ടിംഗ് മിശ്രിതത്തിൽ കോക്കോപീറ്റോ മണലോ ചേർക്കാവുന്നതാണ്. അത് മണ്ണിൽ എയറേഷൻ നിലനിർത്താൻ സഹായിക്കും. ഇങ്ങനെ കോക്കോപീറ്റ് കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് മിശ്രണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പോട്ടിംഗ് മിശ്രിതം തയ്യാറായെങ്കിൽ നമുക്ക് ഓരോ പോട്ടിലായിട്ട് ഈ പോട്ടിംഗ് മിശ്രിതം നിറച്ചെടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ നിറച്ചു വെച്ച പോട്ടിലേക്ക് നമ്മുടെ പെഡിലാന്തസിൻ്റെ തൈകൾ നമുക്ക് നടാവുന്നതാണ്. പെഡിലാന്തസ് ഒരു സക്കുലൻ്റ് വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് പരിചരണവും വെള്ളവും വളരെ കുറവ് മതി. മാത്രമല്ല ഇത് വളരുന്നത് വളരെ പതുക്കെയാണ്. പെഡിലാന്തസ് പ്ലാന്റ് നല്ല രീതിയിൽ വളരുന്നതിനാവശ്യമുള്ള പ്രകാശത്തിൻ്റെ അളവെന്ന് പറയുന്നത് 800 ലക്സ് മുതൽ 1500 ലക്സ് വരെയാണ്. ഓരോ ഇൻഡോർ പ്ലാന്റിന് ആവശ്യമുള്ള പ്രകാശത്തിൻ്റെ അളവും മറ്റും നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പെഡിലാന്തസ് പ്ലാന്റ് എല്ലാം പ്ലാന്റ് ചെയ്തു. ബൾക്കായിട്ട് ഒരുപാട് പോട്ടുകളിൽ നമ്മൾ പെട്ടെന്ന് പ്ലാന്റ് ചെയ്തെടുത്തു. ഇനി ഇത് വളരുന്നതിനാവശ്യമുള്ള വാട്ടർ കുറച്ച് നനച്ചു കൊടുക്കുക. ഇങ്ങനെ നനച്ചെടുത്ത ശേഷം ഈ നനച്ചെടുത്ത പെഡിലാന്തസ് പോട്ടുകൾ നമ്മൾ ആദ്യം ഷെയ്ഡിലാണ് വെക്കേണ്ടത്. ഷെയ്ഡിൽ വെച്ച് ഇത് വളർന്നെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾക്ക് ഇതിനെ റൂമിലേക്കോ ബാക്കിയുള്ള മറ്റു ഭാഗങ്ങളിലേക്കോ മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ പെഡിലാന്തസ് പോലുള്ള ഈ സക്കുലൻ്റ് പ്ലാന്റുകൾ നടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പോട്ടിംഗ് മിശ്രിതത്തിലാണ്. പോട്ടിംഗ് മിശ്രിതത്തിൽ മണലോ കോക്കോപീറ്റോ ചേർത്ത് എയറേഷൻ അല്ലെങ്കിൽ ചെടിക്ക് ആവശ്യമുള്ള വായു സഞ്ചാരം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് വേഗം വളരുന്നതിന് ചെടിയെ സഹായിക്കുന്നു.